ഗുഡ് മോർണിംഗ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഫയർ പ്രിവെൻഷൻ, ഫയർ ഡിറ്റക്ഷൻ, ഫയർ സ്പ്രെഡ് ആൻഡ് ഫയർ ഫൈറ്റിംഗ്. ഓക്കെ, വൺ ബൈ വൺ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫയർ പ്രിവെൻഷൻ എന്താണെന്ന് നോക്കാം. ഫയർ പ്രിവെൻഷൻ ആക്ച്വലി നിങ്ങൾക്കറിയാം, എന്തായിരുന്നാലും ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രീസിൽ മസ്റ്റായിട്ട് വരുന്ന അല്ലെങ്കിൽ അൺഅവോയ്ഡബിൾ ആയിട്ട് വരുന്ന ഒരു ഫംഗ്ഷനാണ് ഫയർ പ്രിവെൻഷൻ എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് ദർ ആർ ലോട്ട് ഓഫ് ഹോട്ട് വർക്ക്സ്. ഇറ്റ് ഷുഡ് ബി ദ ഫയർ ഷുഡ് ബി controlled or to be prevented by some measures. First one, we can say that training to the people who are involving on the fire activities or hot work activities. Then PTW, permit to work system. നമുക്കറിയാം, ഒരു എല്ലാ ഹോട്ട് വർക്കിനും എല്ലാ ആക്ടിവിറ്റീസിനും നമ്മളൊരു PTW സിസ്റ്റം ഫയർ പ്രിവെൻഷൻ്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ വി ആർ നമ്മൾ ഫയർ വാച്ച് അഥവാ ഹോൾ വാച്ച്, ഫയർ ഫൈറ്റേഴ്സ്, ഇങ്ങനെയുള്ള പോസ്റ്റുകളിൽ ആളുകളെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്നു. അതിനെന്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫയർ ഫൈറ്റിംഗ് വേണ്ടി വന്നാൽ അല്ലെങ്കിൽ ഫയർ പ്രിവെൻഷൻ ടെക്നോളജിയുടെ ഫയർ ഫൈറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ആളുകളെ നമ്മൾ അസൈൻ ചെയ്യുന്നു. പിന്നെ നമ്മൾ ഡെസിഗ്നേറ്റഡ് സ്മോക്കിംഗ് ഷെൽട്ടേഴ്സ് ഓർ ഡെസിഗ്നേറ്റഡ് നോൺ സ്മോക്കിംഗ് ഏരിയാസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. ഇതെല്ലാം ഒരു ഫയർ പ്രിവെൻഷൻ പ്രിപ്പയർനെസ്സിൻ്റെ അല്ലെങ്കിൽ റെഡിനെസ്സിൻ്റെ ഒരു ഫസ്റ്റ് പ്രൊവിഷനിൽ വരുന്നതാണ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഫസ്റ്റ് ഒരു ഫയർ പ്രിവെൻഷൻ പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ സാധാരണ കേസിൽ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ സൈറ്റിൻ്റെ ഡ്രോയിങ് എടുത്തിട്ട് ഏതെല്ലാം ഏരിയസിലാണ് നമ്മൾ ഫയർ പൊട്ടൻഷ്യലായിട്ടുള്ള ഏരിയാസ് അല്ലെങ്കിൽ ഫയർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഏരിയാസ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് ആ ഏരിയാസിലുള്ള ഒരു ഫയർ പ്രിവെൻഷൻ പ്ലാൻ ഉണ്ടാക്കിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ടീമിനെ ഉണ്ടാക്കുന്നു. അവർ ഈ ട്രെയിനിങ്, PTW സിസ്റ്റം പ്ലസ് ആളുകൾക്ക് അവെയർനെസ് കൊടുക്കുന്ന മോക്ക് ഡ്രില്ലുകൾ സംഘടിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ചില പ്രോഗ്രാംസൊക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, സ്മോക്കിംഗ് ആൻഡ് നോൺ സ്മോക്കിംഗ് ഏരിയയെ പറ്റി നമുക്കൊന്ന് നോക്കാം. സ്മോക്കിംഗ് ഏരിയ എന്താണ്? ചില സ്മോക്കേഴ്സ് ദേ കനോട്ട് ക്വിറ്റ് സ്മോക്ക്, അല്ലേ? അവർക്ക് ഒരിക്കലും സ്മോക്കിംഗ് അവർക്ക് ക്വിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് ലൈക്ക് എ ഹാബിറ്റ് ഓർ ഇറ്റ്സ് ലൈക്ക് എ മാനിയ. സോ വി ആർ അസൈനിങ് എ ഡെസിഗ്നേറ്റഡ് സ്മോക്കിംഗ് ഷെൽട്ടേഴ്സ് ഫോർ ദം. സോ നമ്മൾ ഫയർ എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിൽ അല്ലെങ്കിൽ വിത്ത് ഫയർ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഫയർ പ്രിവെൻഷൻ പ്ലാൻ അനുസരിച്ച് നമ്മളൊരു ഏരിയ ഉണ്ടാക്കി കൊടുക്കുന്നു. ദ സെയിം വേ സം ഏരിയാസ് വി പ്രോഹിബിറ്റഡ് സ്മോക്കിംഗ് പ്രോഹിബിറ്റഡ് ഏരിയാസ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്ലെക്സുകൾ, സൈൻ ബോർഡുകൾ വയ്ക്കുക, ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കുക. പിന്നെ നമ്മൾ ഫസ്റ്റ് ഇൻഡക്ഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഏതെല്ലാം ഏരിയാസിലാണ് സ്മോക്കിംഗ് അലൗഡ്, ഏതെല്ലാം ഏരിയാസിൽ നോൺ സ്മോക്കിംഗ്, ഇങ്ങനെയെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ PTW അതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ഹോട്ട് വർക്ക് ആക്ടിവിറ്റീസും നമ്മൾ ഒരു പെർമിറ്റ് വർക്ക് എടുക്കണം. അത് ഹോട്ട് വർക്ക് ആക്ടിവിറ്റീസിന് എത്രമാത്രം ഫയർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, എത്രമാത്രം ഫയർ പൊട്ടൻഷ്യലുള്ള വർക്കാണ് അത് എന്ന് ഡിസൈൻ ചെയ്തിട്ട് അതിൻ്റെ ഏരിയ വെച്ചിട്ട് ഏത് ഏരിയയിലാണ് വർക്ക് നടക്കുന്നത് അത് സ്കെച്ചിൽ നമ്മുടെ സൈറ്റ് പ്ലാനിൽ അല്ലെങ്കിൽ സ്കെച്ചിൽ അത് മാർക്ക് ചെയ്തിട്ട് ആ ഏരിയാസ് നമ്മൾ PTW ഏരിയാസ് ഡിസൈൻ ചെയ്യുന്നു. പിന്നെ ഫയർ വാച്ച് അഥവാ നമ്മുടെ ഫയർ ഫൈറ്റേഴ്സിന് തേർഡ് പാർട്ടി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഫയർ ഫൈറ്റേഴ്സ് അല്ലെങ്കിൽ ഫയർ വാച്ചേഴ്സ് നമ്മൾ ഈ പറയുന്ന എല്ലാ ഹോട്ട് വർക്ക് ഏരിയയിലും അസൈൻ ചെയ്യുന്നു. കാരണം അതിന് ട്രെയിൻഡാണ്. ദേ ആർ റെഡി ടു ഡു ദാറ്റ്. എനി എമർജൻസി ദേ വിൽ ആക്ട് അക്കോർഡിംഗ്ലി. അതിന് വേണ്ടിയുള്ള ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് ആളുകളെ അതിന് വേണ്ടിയിട്ട് അസൈൻ ചെയ്യുന്നു. അവർക്കെല്ലാം ഒരു ടീം ലീഡർ വയ്ക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഫയർ പ്രിവെൻഷനിൽ നോക്കുന്ന കാര്യങ്ങൾ. നിങ്ങളിപ്പോൾ കണ്ടത് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ബേസിക് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സസ് ആണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സർട്ടിഫൈഡ് ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർ ആവാനുള്ള കോഴ്സിനെ പറ്റി അറിയുന്നതിന് വേണ്ടിയിട്ട് നോയിറ്റ് എഡ്യൂക്കേഷൻ്റെ കൊച്ചി ഓഫീസുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക.